ജെമ്മയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമോ എന്ന മാർക്കിന്റെ ചോദ്യത്തിൽ പരിങ്ങി സ്ഥലം വിടുന്ന കൊബേൽ വളരെ ദൂരം വണ്ടിയോടിച്ച് തളർന്നു മയങ്ങി ഏതൊരു വിജന പ്രദേശത്തായി എഴുന്നേൽക്കുകയാണ്. അവർ യാത്ര തുടരുമ്പോൾ മാർക്ക് തന്റെ ഭാര്യയുടെ ഫോട്ടോ നോക്കി ഒരുങ്ങി റെഡിയായി ലൂമനിലെത്തി കാർ പാർക്ക് ചെയ്ത് ഇന്നിത്തിരി ധൃതിയിലാണ്. ലേറ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷെ മാർക്ക് വാച്ചിൽ ഒരു ടൈമർ സെറ്റ് ചെയ്താണ് ഓടി കയറുന്നത്. എന്തോ പ്ലാൻ ഉണ്ട്. അയാൾ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ലിഫ്റ്റിൽ കയറുന്നതിന് മുൻപായി വാച്ചിൽ 1 മിനിറ്റ് 42 സെക്കൻഡ് എന്ന ടൈമിൽ സ്റ്റോപ്പ് ചെയ്ത് ഡ്രോവറിൽ വെച്ച ശേഷം മനസ്സിൽ 1 മുതൽ എണ്ണി തുടങ്ങി. അങ്ങനെ 36 വരെ എണ്ണുന്നതും ഇന്നിയായി കഴിഞ്ഞിരിക്കുന്നു. എന്തോ മാർക്കിന്റെ മനസ്സിലുണ്ട്. ഹെല്ലി മൊത്തം മുമ്പ് പറഞ്ഞ തെരച്ചിലിനൊരുങ്ങുവാണ് മാർക്ക്. കേസിയുടെ കുറെ മിസ്സിംഗ് സ്കെച്ച് പോസ്റ്റേഴ്സ് കോപ്പി എടുത്ത് ഡിലാന് കൊടുത്തിട്ട് ബ്രേക്ക് റൂം ഏരിയാസിലുള്ള ആൾക്കാരെ കാണിച്ച് കണ്ടോന്ന് തിരക്കണമെന്ന് പറയുമ്പോൾ ഇർവിങ്ങിനെ ഏൽപ്പിക്കുന്നത് ഒപ്റ്റിക്സ് ആൻഡ് ഡിസൈൻ ഡിപ്പാർട്ട്മെന്റിലേക്കും, പഴയ ബർട്ടിന്റെ ഡിപ്പാർട്ട്മെന്റ്. മുമ്പ് അവരെ കാണിച്ച വീഡിയോയിൽ നിങ്ങൾക്കിനി എവിടെ വേണേലും പോകാനുള്ള സ്വാതന്ത്ര്യം തരുന്നതായി പറയുന്നുണ്ട്. അതുവെച്ചാണ് ഇവർ പുറത്തേക്ക് പോയി കേസി തരാൻ ഒരുങ്ങുന്നത്. ബർട്ടിന്റെ റിട്ടയർമെന്റിന് ശേഷം ആദ്യമായി ആർട്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ ധൈര്യം നൽകി ഹെല്ലി മാർക്കുമൊത്ത് പോകുന്നത് ഗോഡ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. മുമ്പൊരിക്കൽ ഇരുവരും വഴിതെറ്റി എത്തിപ്പെട്ടപ്പോൾ കുറെ ആട്ടിൻകുട്ടികളെ കണ്ട ഡിപ്പാർട്ട്മെന്റിലേക്ക്. നമ്മളതോ കേസിയെ അവിടെ കണ്ടുപിടിച്ചാൽ പിന്നെ എന്താ പ്ലാൻ എന്ന് ഹെല്ലിയുടെ ചോദ്യം. ഇനി മാർക്കിന്റെ ഉദ്ദേശം അവളെ കണ്ടുകിട്ടിയാൽ നേരെ സൗത്ത് സ്റ്റെയർവെൽ വഴി അവളുമായി താഴേക്ക് ഇറങ്ങുക. ഡോർ തുറന്ന് പുറത്തെത്തിയാൽ പിന്നെ ഔട്ടി വെർഷൻ എന്താ ചെയ്യേണ്ടതെന്നറിയാം. അപ്പോൾ എല്ലാം തീരുമാനിച്ചിട്ടുണ്ടല്ലേ എന്ന് പറയുന്ന ഹെല്ലിയോട് നിനക്കെന്നെ സഹായിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചങ്ങനെ ഇരുവരും കുറച്ചു നേരം റൊമാൻറ്റിക്കലി കണ്ണോട് കണ്ണ് നോക്കി നിന്ന് മിഷൻ തുടരുമ്പോൾ മിൽച്ചിക് തൻ്റെ ഓഫീസിലേക്ക് വരികയാണ്. പക്ഷേ എപ്പോഴും കൂളായി കാണുന്ന അയാൾക്ക് ഇന്നിത്തിരി ചൂടാണ്. മുൻപ് മാർക്കിന് നൽകിയ ബലൂൺ ക്ലിയർ ചെയ്ത് പരിസരം വൃത്തിയാക്കാതിരിക്കുന്നത് കണ്ട് ദേഷ്യത്തോടെ നടന്ന് നീങ്ങുന്ന നേരം മാക്രോ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് തീർത്തിട്ടിറങ്ങാമെന്നിരിക്കുന്ന ഡിയാനും. കാര്യം വേറൊന്നുമല്ല, മുൻപ് മിൽച്ചിക് കാണിച്ച പുതിയ ഔട്ടി ഫാമിലി വിസിറ്റ് സൗകര്യമാണ്. ജോലിയിൽ മികവുണ്ടായാൽ പുറത്തുള്ള കുടുംബത്തെ കാണാൻ പറ്റുമെന്നുള്ള കാര്യം മറ്റാരോടും പറയരുന്ന പണിയെടുക്കുന്ന ഡിലാൻ എടുത്ത് ഇർവിങ് വന്നിട്ട് മുമ്പ് തൻ്റെ ഔട്ടി വരച്ചതായി കണ്ട പെയിന്റിംഗ് താൻ റീക്രിയേറ്റ് ചെയ്തതായി പറയുന്നു. ഡിലാൻ ഇത് അതിശയവും. അന്നാ രാത്രി നിമിഷനേരം കൊണ്ട് കണ്ടു മനസ്സിലാക്കിയ ആ ഹോൾവേയുടെ ചിത്രം ഇവിടെ എവിടെയെങ്കിലും ഉള്ളത് തന്നെയായിരിക്കുമെന്നാണ് ഇർവിങ് വിശ്വസിക്കുന്നത്. നമുക്കൊരുമിച്ച് കണ്ടുപിടിക്കാമെന്ന് നിൽക്കുന്ന ഇർവിങ്ങിനോട് ഡിലാൻ ചെറിയ താല്പര്യമില്ലായ്മയിൽ സംസാരിക്കുമ്പോൾ അവിടെ മിസ് ഹോങ് പ്രത്യക്ഷമായിരിക്കുന്നു. അവൾ ഡിലാനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഓഫീസിലെത്തുന്ന മിൽച്ചി കാണുന്നത് അവിടെ നിൽപ്പുള്ള നഡാലിയെ. നഡാലി ലൂമിൻ്റെ ഒരു PR റെപ്രസെൻറ്റേറ്റീവും നിഗൂഢ ബോർഡിൻ്റെ അസിസ്റ്റൻറ്റുമാണ്. മുൻപ് കൊബേലിനെ പറഞ്ഞയച്ചതും ഇവരാണ്. മറ്റൊരു സാഹചര്യത്തിൽ ഹെല്ലിയുടെ ഇന്നി വെർഷൻ പുറത്തുണർന്നപ്പോഴും അവരുടെ ഒപ്പം ഇവളും ഉണ്ടായിരുന്നു. ബോർഡ് ലൈനിലുണ്ടെന്നും സംസാരിക്കാനും പറയുമ്പോൾ പുതിയ പൊസിഷനിലേക്ക് പ്രൊമോട്ട് ചെയ്തതിനയാൾ ആ സ്പീക്കർ നോക്കി നന്ദി പറയുന്നു. എന്നാൽ ഇതിന് റീപ്ലൈ പറയുന്നത് നഡാലിയും. നഡാലിയുടെ ചെവിയിൽ ഒരു ഹെഡ്സെറ്റ് ഇരിപ്പുണ്ട്. ബോർഡ് ഇത് കേട്ടെന്നും മറുപടിയായി യുവർ വെൽക്കം പറഞ്ഞുവെന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഈ ഉയർച്ചയിൽ ബോർഡിന് ലൂമിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പരിചയപ്പെടുത്താൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ടുള്ള ഒരു കൂട്ടം പെയിൻറ്റിങ്ങുകൾ അടങ്ങിയ ഫയൽ മിൽച്ചിക്കിന് കൊടുക്കുന്നു. അത് തുറന്നു നോക്കുമ്പോഴാകട്ടെ അതിൽ ലൂമൻ ഫൗണ്ടർ കീറിൻ്റെ ചിത്രം ആകെ മാറി മറിഞ്ഞ രീതിയിൽ വെളുത്തിരുന്നതായി മുമ്പ് കണ്ടതിന് വിപരീതമായി കീറെന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഒരു കറുത്തവർഗ്ഗക്കാരനെ. എന്താണ് ലൂമിൽ നടക്കുന്നതെന്ന് തീർത്തും മനസ്സിലാകാത്തൊരു സാഹചര്യം. ഒപ്പം ലൂമൻ ചരിത്രത്തിന്റെ വേറെയും ചിത്രങ്ങൾ അടുക്കി വെച്ചിട്ടുള്ള ഈ സമ്മാനത്തിന് മിൽച്ചിക്ക് ഇതിന് നന്ദി പറയുമ്പോഴാകട്ടെ എനിക്കും ഇങ്ങനൊരു പ്രൊമോഷൻ സാഹചര്യത്തിൽ ഇതേ സമ്മാനമാണ് ലഭിച്ചതെന്ന് പറഞ്ഞ് അഭിനന്ദനങ്ങൾ സെത്ത് എന്നറിയിച്ച് നിഗൂഢമായ മുഖത്തോടെ അവർ പോകുന്നു. ഇതിൽ 2 കൺഫ്യൂഷനാണ്. ഒന്ന് റേസ് സ്വാപ്പ് ചെയ്ത ലൂമൻ ഫൗണ്ടർ, മറ്റൊന്ന് മിൽച്ചിക്കിനെ ഇപ്പോൾ അവർ വിളിച്ചത് സെത്തെന്നും. എന്താ നടക്കുന്നതെന്ന് ഒരു പിടിയുമില്ല. കൂടെ നഡാലിയുടെ ഗെറ്റൗട്ടിലെ പോലെ നിഗൂഢമായ മുഖഭാവവും. കാർ ഓടിച്ച് ബൗണ്ടറി കടക്കാൻ ഒരുങ്ങുന്ന കൊബേൽ ഒരു നിമിഷമൊന്ന് നിർത്തി ബോർഡും പക്കലുള്ള സ്ലീപ്പർ മാസ്കും മാറി മാറി നോക്കി ഉടൻ കാർ തിരിച്ചുവിടുന്നു ലൂമനിലേക്ക്. അവർക്കിതിനു പിന്നിൽ എന്തോ ഒരു കഥയുണ്ട്. ഇടവഴിയിലൂടെ നടന്നൊടുവിൽ മാർക്കും ഹെല്ലിയും മുമ്പ് കണ്ട ആ റൂമിലെത്തുമ്പോൾ പക്ഷെ അവിടെ ആടുകളെ ഒന്നും കാണാനില്ല. പോച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് റൂമിൽ നിന്നൊരു പാസേജ് നീണ്ടു കിടക്കുന്നത് കണ്ട് ഇരുവരും അതുവഴി മുട്ടിലിടിയുന്നു. വഴിക്ക് പോച്ചയും കാഷ്ടങ്ങളുമെല്ലാം കിടപ്പുണ്ട്. പാസേജ് വഴി അവർ എത്തിച്ചേരുന്നത് അതിശയവും മനോഹരവുമായൊരു സ്ഥലത്ത്. മനുഷ്യനിർമ്മിതമായ പുൽത്തകടിയിൽ കുറെ ആടുകൾ മേയുന്നു. അതിനിടയിൽ ആടിൻ്റെ രൂപം ധരിച്ചിട്ടുള്ള ഒരു മനുഷ്യനും. അയാൾ നോക്കി നിൽക്കെ ഇരുവരും മുന്നോട്ട് നടക്കുന്നതും ഒരു സ്ത്രീ സിറിഞ്ചും പൊക്കി പിടിച്ച് എന്നെ കൊല്ലാൻ വന്നതാണോ എന്ന് ചോദിച്ച് വയലൻ്റായി നിൽക്കുന്നു. ഇരുവരും പരിചയപ്പെടുത്തി മാക്രോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഇത് എന്ത് വകുപ്പാണെന്ന് ചോദിക്കുന്നു. മമ്മലിയൻസ് നർച്ചറബിൾ, സസ്തനികളുടെ പരിപാലനം. മാർക്കും ഹെല്ലിയും അവരോട് സംസാരിക്കാൻ മുതിരുമ്പോൾ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെത്തുന്ന ഇർവിങ് ബർട്ടിൻ്റെ ഓർമ്മകൾ അയർക്കുന്നത് കാണുന്ന ബർട്ടിൻ്റെ കുളികരുന്ന ഫെലീഷ്യയുടെ സ്നേഹാലിംഗനം. മാർക്ക് കേസിയുടെ ഫോട്ടോ കാട്ടി മുൻപ് വെൽനസ് സെക്ഷനിലുണ്ടായിരുന്നതാണെന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ സ്ത്രീയുടെ വേഷം നോക്കിയാൽ തലയിൽ കെട്ടും നീളൻ സോക്സും ഒക്കെ ധരിച്ചൊരു കൺട്രി സൈഡ് സ്റ്റൈലാണ്. കേസി റിട്ടയർ ആയെങ്കിലും ഇവിടെ എവിടെ ഉണ്ടെന്ന് ഹെല്ലി പറയുന്നത് കേട്ട് എന്നാൽ അവരുടെ മറുപടി ഇവിടെ വെൽനസിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. സത്യമായും നിങ്ങൾക്ക് അവളെ അറിയില്ലേ എന്നുള്ള മാർക്കിൻ്റെ ചോദ്യം കേട്ടതോടെ പോകാൻ പറയുന്നതിലും മാർക്ക് കടുംപിടുത്തത്തിൽ പോകാതെ നിൽക്കുന്നതോടെ അവരവിടെയുള്ള ഒരു മണിയെടുത്ത് അടിക്കുന്നതും എവിടെ നിന്നൊക്കെയോ തൊഴിലാളികളും കോട്ട് ധരിച്ചവരൊക്കെ അവിടെ വന്ന് കൂടുന്നു. ഇവരാണെങ്കിൽ കേസിയെ അറിയുമെന്നോ അറിയില്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. കണ്ടാലൊരു മിസ്റ്ററി ഫേസും.
ഹ്വാങ് ഇന്നേരം ഡിലാനെ നടത്തിക്കൊണ്ട് പോവുകയാണ്, അയാളുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ. എന്താ കാര്യം? ഇത്ര കൊച്ചായിട്ടുള്ള നീ എന്തിനാ അവിടെ ജോലി ചെയ്യുന്നത്? നിന്നെ അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? ഇതിനൊന്നും തിരിച്ച് കമാന്നൊരു അക്ഷരം മിണ്ടാതെ നേരെ അവൾ പോയി നിൽക്കുന്നത് സെക്യൂരിറ്റി റൂമിന് മുന്നിൽ. അത് തുറന്നാൽ അകത്ത് കയറ്റുമ്പോൾ കാണുന്നത് ഒരു സ്ലൈഡ് ഷോ, ഔട്ടി ഡിലാനും വൈഫുമൊത്തുള്ള ചിത്രങ്ങൾ. തൊട്ടു പിറകിലായി നിന്ന് ആ സ്ത്രീ വിളിക്കുന്നതും ഹാങ് മൊഴിയുന്നു. നിങ്ങളുടെ നല്ല നടപ്പിനും ജോലിക്കും ഭാര്യയുമൊത്ത് 18 മിനിറ്റ് ചെലവഴിക്കാനുള്ള സമയം ലഭിച്ചിരിക്കുന്നുവെന്നും പറഞ്ഞ് കഥ കടയ്ക്കുന്നു. ഗ്രച്ചൻ, ഡിലാൻ്റെ ഭാര്യ. അപ്പോൾ ഇദ്ദേഹമല്ല. നിങ്ങൾക്കെന്നെ ശരിക്കും അറിയില്ലേ എന്ന് ഒരു കൗതുകത്തോട് ചോദിക്കുന്ന ഗ്രച്ചനോട് ഫോട്ടോ കണ്ട് മനസ്സിലായെന്ന് പറയുമ്പോൾ സെത്ത് നേരത്തെ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയെന്ന് പറയുന്നു. സെത്ത് ആരാണെന്ന് ഡിലാൻ്റെ ചോദ്യത്തിന് അവർ മറുപടി പറയാൻ തുടങ്ങുന്നെങ്കിലും മുകളിൽ നിന്ന് ഹാങ്ങിൻ്റെ മെസ്സേജ്. സെൻസിറ്റീവായുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുക. അവൾ ഇവരുടെ സംഭാഷണം പുറത്തു നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മിൽച്ചിക്കാണ് ഇപ്പോൾ സെത്തെന്നറിയാതിരിക്കുന്ന ഡിലാൻ തനിക്ക് 3 കുട്ടികളുണ്ടെന്നും തൻ്റെ ഔട്ടിക്ക് പുറത്ത് വേറെ ജോലി നേടിയെടുക്കാൻ സാധിക്കുന്നില്ലെന്നൊക്കെ അറിയുന്ന ശേഷം കുട്ടികളുടെ ഫോട്ടോ കാണുന്നു. ഗ്രച്ചൻ അവരുടെ കുടുംബ ഫോട്ടോ എടുത്ത് കാണിക്കുമ്പോൾ എന്നാൽ അതിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അവരുടെ ഡ്രസ്സിങ്ങും ചുറ്റുപാടുമെല്ലാം നമ്മുടെ ബെൽബോട്ടം കാലത്തെ അവരുടെ സ്റ്റൈലിൽ. ഇനി വല്ല ഫാൻസി ഡ്രസ്സിൽ എടുത്താണോ എന്നറിയില്ല, പക്ഷേ ആ ഫോട്ടോയിൽ ഡിലാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഓൾഡ് ഫാഷൻഡാണ്. ഫോട്ടോ സന്തോഷത്തോടെ നോക്കിക്കണ്ട് നമ്മൾ കന്നുകാലികളെ പരിപാലിക്കുകയാണെന്ന് ഡിലാൻ്റെ ചോദ്യം കേട്ട് ഗ്രച്ചൻ ഒന്ന് ചിരിക്കുമ്പോൾ ഇർവിങ് ഫെലീഷ്യയുമൊത്ത് ഭയങ്കര ചിരിയും കളിയും. കേസി തിരക്കി എത്തിയാണെന്നുള്ള കാര്യം മറന്ന് ബർട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് രസിച്ച ശേഷം ഇർവിങ് ബർട്ടിനെ ഓർത്ത് എന്നും അയാളുടെ ചിത്രം വരയ്ക്കാനുണ്ടെന്ന് പറഞ്ഞൊരു കൊച്ചു ബുക്ക് എടുത്ത് കാണിക്കുന്നു. ഓരോ പേജിലും ബർട്ടിൻ്റെ ചിത്രങ്ങൾ. ഇർവിങ് എന്തായാലും ചുരുക്ക സമയം കൊണ്ട് തന്നെ ബർട്ടിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. ബുക്ക് മറിച്ച് നോക്കുന്ന ഫെലീഷ്യ കാണുന്ന ഒരു ചിത്രം ആ ഹോൾവേയുടേത്. മുൻപ് ഇർവിങ് കണ്ട ഔട്ടിയുടെ പെയിൻറ്റിങ്. അത് റീക്രിയേറ്റ് ചെയ്യുന്ന ഡിലാനോട് പറഞ്ഞതപ്പോൾ ഇതാണ്. അതൊന്നുമില്ല, ചുമ്മാ വരച്ചാണെന്ന് നിൽക്കുന്ന ഇർവിങ്ങിനോട് ഫെലീഷ്യയുടെ വക ഒരു 1.5 ചോദ്യം. നിങ്ങൾക്ക് എക്സ്പോർട്സ് ഹോളിനെ പറ്റി എങ്ങനെ അറിയാം? അടിപൊളി, ഇർവിങ് എത്ര ഭാഗ്യവാനോ. കണ്ടുപിടിക്കാൻ തുടങ്ങുന്നതിന് മുൻപേ തന്നെ അതെന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. കമ്പനിയിൽ നിന്ന് ചരക്കുകൾ അയക്കുന്ന സ്ഥലമാണത്. മുമ്പ് ഇവരൊക്കെ സ്വന്തമായി അങ്ങോട്ടേക്ക് സ്വയം പോയിരുന്നെങ്കിലും പക്ഷേ ഇപ്പോൾ അതിന് മാത്രമായി ഒരാളെ നിയോഗിച്ചിട്ടുണ്ട്. ഇർവിങ് അതിൻ്റെ കുരുക്കോരോന്ന് അഴിച്ചെടുക്കുമ്പോൾ പെട്ടു നിൽക്കുന്ന മാർക്കും ഹെല്ലിയും. മുൻപാടിന് പാൽ കൊടുക്കുന്നതെ കണ്ട ആളോട് ആ സ്ത്രീ എന്തോ ചർച്ച ചെയ്യുമ്പോൾ മറ്റുള്ളവരോട് ഇരുവരും ഫോട്ടോ കാണിച്ചിട്ട് ഇവരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് കണ്ട് ഓടി വന്ന് ആ സ്ത്രീ നിർത്താൻ പറയുന്നു. മിൽച്ചിക്കിനോട് നിങ്ങളിവിടുത്തെ കാര്യം പറയാൻ പോവുകയാണെന്നും ഇതൊന്നും ഞങ്ങളുടെ പ്രശ്നങ്ങളെയല്ലെന്നും കൈയൊഴിയുന്ന മട്ട് വരുമ്പോൾ മാർക്കാകട്ടെ ഇത് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണെന്നും ഇപ്പോൾ കേസി പോയ പോലെ നാളെ നിങ്ങളിൽ പലരെയും കാണാതായ എന്ത് ചെയ്യും? പോട്ടെ, നിങ്ങളുടെ ഇവിടുത്തെ ഒരു ആടിനെ കാണാതെ പോയാൽ അതിനെ തേടി ഇറങ്ങില്ലേ? ഇത് കേൾക്കുന്നതോടെ ആ സ്ത്രീ കുറച്ചൊന്ന് മൗനത്തോടെ നിന്നിട്ട് മനസ്സ് തുറക്കുന്നു. കേസി ഇവിടെ വെൽനസ് സെഷന് വരാറുള്ളതെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരുവൻ അയാളുടെ ഔട്ടി വെർഷനെ കുറിച്ച് കേസി പറഞ്ഞു നന്നായി പറയുന്നു. ഞങ്ങൾക്ക് അവളെക്കുറിച്ചുള്ള അവസാനത്തെ അറിവും അവൾ വിരമിച്ചു എന്നത് തന്നെയാണെന്നും വിവരിക്കുന്ന അവരോട് നന്ദി പറഞ്ഞ് പോകാൻ നേരം അവർക്ക് പെട്ടെന്നൊരാവശ്യം. മാർക്കിൻ്റെയും ഹെല്ലിയുടെയും വയറ് കാണണം. കുറച്ച് വീടാണെങ്കിലും കാണിച്ചു കൊടുക്കുന്നതും അവർ പരസ്പരം പറയുകയാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ സഞ്ചിയില്ല എന്നൊക്കെ. അവരുടെ വിചാരം കങ്കാരുവിനെ പോലുള്ള മനുഷ്യരുമുണ്ടെന്നാണെന്ന് തോന്നുന്നു. എന്തൊരാൾക്കാരുടെ ഇതൊക്കെ. ഡിലാൻ്റെയും ഗ്രച്ചൻ്റെയും നിമിഷങ്ങൾക്ക് കർട്ടനിടാൻ ഹോങ് എത്തുന്നതോടെ അവരിരുവരും കെട്ടിപ്പിടിച്ച് വിരയുന്നു. സ്വന്തം ഭാര്യയാണെങ്കിലും ഇന്നീ വർഷൻ്റെ ആ ഒരു അകൽച്ച ഡിലാനുണ്ട്. ഫോട്ടോയിൽ കണ്ടതിൽ നിന്നും വ്യത്യസ്തം തന്നെയാണ് ഡിലാൻ്റെ വീടും സാഹചര്യവും. ഗ്രച്ചനോട് തൻ്റെ ഇന്നിയുമായുള്ള മീറ്റിങ്ങിനെ കുറിച്ച് ഡിലാൻ ചോദിക്കുമ്പോൾ മാർക്കിൻ്റെ എളിയൻ റിക്കനെ കാണാനെത്തിരിക്കുകയാണ് നഡാലി. അയാളുടെ ആ പുതിയ ബുക്കിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഡിവോണെത്തി തിരക്കുന്നത് വഴി അയാളുടെ ബുക്ക് റൂമിലെ ജോലിക്കാർക്കിടയിൽ വരെ എത്തിയതായും അത് അവർക്ക് വളരെ പ്രചോദനമായതെക്കുറിച്ചും പറയുന്നു. തൻ്റെ ഭർത്താവിൻ്റെ ബുക്ക് ഇങ്ങനെ ലൂമിലെത്തിയെന്ന് ഡിവോൺ സംശയിക്കുമ്പോൾ അത് ചെയ്തത് മുമ്പ് കൊവേലാണെന്ന് നമ്മൾ കണ്ടതാണ്. അറിയാതെ ആണെങ്കിലും അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇന്നി മാർക്കും ഡിലാനുമൊക്കെ റിക്കിൻ്റെ ബുക്ക് വായിച്ച് മനസ്സ് മാറി അന്ന് അങ്ങനെ ഒരു സാഹസം കാട്ടിയത്. ഇപ്പോൾ നഡാലി അവിടെ എത്തിയിട്ടുള്ളൊരു ഉദ്ദേശം ആ ബുക്ക് ചെറുതായി ഒന്ന് പരിഷ്കരിച്ച് പൂർണ്ണമായും ഇന്നി വെർഷൻസിന് സ്പെസിഫിക്കായി പുറത്തിറക്കാനാണ്. ഇന്നീസിന് സ്ട്രൈക്കാവുന്ന ചില വാക്കുകൾ ഉൾക്കൊള്ളിച്ചാൽ അവർക്ക് നല്ലതായിരിക്കുമെന്ന പ്രത്യക്ഷ ഉദ്ദേശത്തോടെയാണ് നഡാലി എത്തിയിരിക്കുന്നത്. എന്നാൽ ഡിവോൺ അവരുമായി അധികം ഇൻവോൾവ് ആകാതെ പോകുന്നു. ഇത് കഴിഞ്ഞ് ഇക്കാര്യം ഡിവോൺ മാർക്കിനെ ധരിപ്പിക്കുന്നു. നഡാലിയെ ഔട്ടിയ മാർക്കിന് നേരിട്ടറിയാൻ വഴിയില്ല. ഡിവോൺ ഈ രാത്രി മാർക്കിനൊപ്പം ഇരിക്കുന്നത് ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനാണ്. ആ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇന്നി മാർക്കിന് ഒരു മെസ്സേജ് എത്തിക്കുക. നമ്മൾ തുടക്കത്തിൽ മാർക്ക് വാച്ചിൽ സ്റ്റാർട്ട് ടൈം വെച്ചതും നമ്പർ എണ്ണി നമുക്ക് കണ്ടില്ലേ, അത് ഇതിനു വേണ്ടിയാണ്. പാർക്കിൽ നിന്നും ലിഫ്റ്റിൽ കയറി സ്വിച്ച് ആവാൻ എടുക്കുന്നത് 2 മിനിറ്റും 18 സെക്കൻഡും. പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഹാലജൻ ലൈറ്റ് ഉണ്ട്, അതിന് മുകളിൽ മെസ്സേജ് എഴുതിയിട്ട് കത്തിക്കും. ആ കണ്ണഞ്ചിക്കും വെട്ടത്തിൽ നോക്കി കുറച്ചു നേരം അങ്ങനെ ഇരുന്ന ശേഷം ഓഫ് ചെയ്താൽ പിന്നെ കണ്ണിൽ അതിൻ്റെ ഒരു ഇരുട്ട് കുറച്ചു നേരം ഉണ്ടാകും. അതിൽ ആ മെസ്സേജിൻ്റെ എഫക്റ്റും ഉണ്ടാവും. ഇന്നിക്ക് മെസ്സേജ് അയക്കാൻ ഇവരുടെ മുമ്പിലെത്തിയ ഒരേ ഒരു വഴി. മെസ്സേജ് ആകട്ടെ ആരാണ് ജീവനോടെ ഉള്ളതെന്നും. അന്ന് പാർട്ടിയിൽ പറഞ്ഞത് ആരെക്കുറിച്ചെന്ന് കൺഫേം വരുത്താനുള്ള പരിപാടിയാണ്. മിൽച്ചിക് ജോലി കഴിഞ്ഞ് തനിക്ക് കിട്ടിയ കറുത്തോറുകാരൻ കിയറിൻ്റെ ഫോട്ടോയൊക്കെ സൂക്ഷിച്ചു വെച്ച് പോകുമ്പോൾ മിൽച്ചിക്കിൻ്റെ മട്ടുഭാവം കണ്ട അയാൾ കിയറിനെ ആദ്യമായി കാണുന്ന പോലെയാണ്. മാർക്ക് വണ്ടിയെടുത്ത് ഒരൊഴിഞ്ഞ സ്ഥലം നോക്കി അവിടെ പ്രാക്ടീസിന് ഒരുങ്ങുമ്പോൾ ലൂമനിൽ തിരിച്ചെത്തിരിക്കുകയാണ് കൊബേൽ.
ഹെലീന വരുന്നതും കാത്തു നിൽക്കുന്ന അവരുടെ മുന്നിലേക്ക് ഹെല്ലി എത്തുമ്പോൾ അവർക്ക് പറയാനുള്ളത് തന്നെ വീണ്ടും ഫ്ലോർ മാനേജറാക്കാൻ. മാർക്ക് കോൾഡ് ഹാർബർ കംപ്ലീറ്റ് ആക്കുന്നതിൻ്റെ തൊട്ടടുത്തുവരെ എത്തിയിട്ടുണ്ടെന്നും തുടക്കം മുതൽ മാനേജ് ചെയ്തു വരുന്നത് താനാണെന്നും മിൽച്ചക്കിനെ മാറ്റി തന്നെ തിരിച്ചാ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സ്റ്റേണായി പറയുന്നത് കേൾക്കുന്ന ഹെലീനയ്ക്ക് അത് ഈഗോയുടെ സ്വരമാണ്. ദേഷ്യവും അസൂയയും സ്വാർത്ഥതയൊക്കെയും വേദന മാത്രമാണ് ഉണ്ടാക്കുന്നതെന്ന് കിയർ പ്രസ്താവിച്ചിരുന്നതായി ഹെല്ലി പറയുമ്പോൾ ഇതൊക്കെയും ഞാൻ എൻ്റെ ഡെഡിക്കേഷനിലും അധ്വാനത്തിലൂടെയും കരസ്ഥമാക്കിയതാണെന്ന് കൊബേലും. ഹെലീന ചെറുചിരിയോടെ നിങ്ങളുടെ ഇവിടുത്തെ പങ്ക് വലുതായും കിയറിൻ്റെ അനുഗ്രഹം ചെറുതായുമാണ് കരുതുന്നതെന്നും അതുകൊണ്ട് നിങ്ങളിവിടെ ആവശ്യമില്ലെന്നും പറയുന്നതിന് പിറകെ നിങ്ങൾക്കിനി ഒരു ചോയ്സില്ലെന്നുള്ള കൊബേലിൻ്റെ വാക്കുകളിൽ ഒരു ഭീഷണി സ്വരം ഒളിഞ്ഞിരിപ്പുണ്ട്. ലൂമൻ രഹസ്യങ്ങൾ പലതും തീർച്ചയായും അൺസവേർഡായിട്ടുള്ള കൊബേലിനറിയാം. അതൊന്നും പുറത്തു പറയാതിരിക്കാൻ ജോലിയിലേക്ക് വീണ്ടും നിയമിക്കുകയാണ് ഏക വഴിയെന്ന രീതിയിൽ അങ്ങനെ പറയുന്നത് കേൾക്കുന്ന ഹെലീന നമുക്ക് റീസെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നഡാലിയെ വിളിച്ച് കൊബേലിനും തനിക്കുമായി ബോർഡ് സജ്ജമാക്കാൻ പറയുന്നു. എന്നിട്ട് കൂടെ വരാൻ പറഞ്ഞ് ഉള്ളിലേക്ക് നടക്കുന്ന ഹെലീനയ്ക്ക് പിറകെ സംശയത്തോടെ കൊബേലും. എന്നാൽ അവർ പെട്ടെന്നൊന്ന് നിന്നു പോകുന്നു. എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി നിന്നിട്ട് അക്രമത്തിനുള്ള പുറപ്പാടെന്ന കരുതലിൽ തിരിച്ചു നടന്ന വണ്ടിയിൽ കയറി പോകുന്നു. റീസെറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് ഒരുപക്ഷെ എന്തെങ്കിലും കടുങ്കയായെന്ന് വരാം. മാർക്ക് അങ്ങനെ കാറിൽ തൻ്റെ പരമാവധി സ്ട്രെയിൻ എടുത്ത് പരിശീലിക്കുകയാണ്. ഹാലജൻ ലൈറ്റിന് മുകളിൽ മെസ്സേജ് എഴുതി അതിലേക്ക് കണ്ണു പൊളിച്ചുകൊണ്ട് കുറച്ചു നേരം നോക്കിയിട്ട് കണ്ണടച്ച് അതെത്ര നേരം അതിൻ്റെ എഫക്റ്റ് വരുമെന്ന് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാണാം അവിടെ പ്രേതത്തെ പോലെ നോക്കി നിൽക്കുന്ന അസാൽ റഗാബി. മുൻപ് PT റീഇൻറ്റഗ്രേറ്റ് ചെയ്തതും ലൂമൻ വർക്കറെ കൊന്ന ആക്സസ് കാർഡ് മാർക്കിന് കൊടുത്തതുമായ ലൂമനിലെ എക്സ് സർജൻ. അവർ മാർക്കിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി ഈ ബുദ്ധി ഏശില്ലെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇനിയായുള്ള സ്വിച്ചിങ് സമയത്ത് കൃഷ്ണമണികളും വികസിക്കും. അതോടെ കണ്ണിൽ ഒരു കരട് വെച്ചാൽ പോലും അറിയാത്ത രീതിയിൽ അത് ക്ലിയർ ആകും. ഇപ്പോൾ ഈ മെസ്സേജ് എനിക്ക് കിട്ടിയാൽ തന്നെ അവനതിന് മറുപടി തിരിച്ചെങ്ങനെ തരുമെന്നതിന് അത് അവൻ്റെ പ്രശ്നമാണെന്നും അവൻ എന്തെങ്കിലും ചെയ്യുമെന്നും ബ്ലാവുന്ന ഔട്ടി മാർക്കും. ഒരു ലക്ഷ്യബോധവുമില്ലാത്ത പ്ലാനാണ് മാർക്കിനുള്ളതെന്ന് മനസ്സിലാക്കി നമുക്ക് സംസാരിക്കണമെന്ന് ഡോർ തുറക്കാൻ പറയുമ്പോൾ മാർക്കിന് മടി. കുരിശായല്ലോ എന്നങ്ങനെ ഇരിക്കുന്നതും റഗാബിയുടെ ഷൗട്ടിങ് കേട്ട് തുറന്നു കൊടുക്കുന്നു. അവരകത്ത് കയറി എടുത്ത പാടെ പറയുന്നത് ഇതിനു പറ്റിയ എളുപ്പവഴിയെക്കുറിച്ച് റീഇൻറ്റഗ്രേഷൻ. എന്നാൽ അതുവഴി PTക്ക് വന്ന സൈഡ് എഫക്ട്സ് മൂക്കിലൂടെ ചോര വീഴുന്നതും ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതുമായ കാര്യങ്ങളെല്ലാം മാർക്ക് കണ്ടറിഞ്ഞതാണ്. അതുകൊണ്ട് മാർക്ക് എന്തായാലും അതിന് മുതിരില്ല. ഈ നിലപാടിലിരിക്കുന്നതും റഗാബി ഓവർ ടൈം കണ്ടിജൻസി വഴി ഇന്നീസ് പുറത്തുണർന്നതിനെ പറ്റി കേട്ടെന്ന് പറഞ്ഞതിന് പിറകെ മാർക്ക് തൻ്റെ സഹോദരിയോട് ഇന്നി ആ സമയത്ത് എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ള വാക്ക് കേട്ട് റഗാബിയുടെ ഒരു ചോദ്യം, നിന്റെ ഭാര്യ ലൂമനിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവൻ പറഞ്ഞു. മാർക്ക് ആശ്ചര്യത്തോടെ നിങ്ങളോടത് ആരെ പറഞ്ഞുവെന്ന് ചോദിക്കുന്നു. ജമ്മ ജീവിച്ചിരിപ്പുള്ളതായി ഒടുവിൽ റഗാബി വഴി മാർക്ക് അറിയുന്നു. ഇത്രയും കാലം ഭാര്യയുടെ മരണത്തെ ഓർത്താണ് മാർക്ക് നിരാശനായി ഡിപ്രസ്ഡായി കഴിയുന്നത്. ലൂമിനിൽ ചേരാൻ കാരണവും ഈ മരണം. എന്നാൽ അവൾ മരിച്ചിട്ടില്ലെന്നുള്ള വിവരം അറിയുന്ന മാർക്കിൻ്റെ റിയാക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അയാളാകെ ടെൻഷനായി വിറച്ചുകൊണ്ട് കാറിന് പുറത്തിറങ്ങി വന്ന് പ്രയാസപ്പെടുന്നു. ഇതാദ്യം കണ്ടപ്പോൾ പറയാൻ ഞാൻ എന്തെന്ന് കുഴിഞ്ഞെന്ന് മാർക്ക് ചോദിക്കുമ്പോൾ എന്നാൽ അന്ന് അങ്ങനൊരു സാഹചര്യം ആയിരുന്നില്ലല്ലോ. ആദ്യം തന്നെ ഒന്ന് വിശ്വസിക്കാൻ പറഞ്ഞിട്ട് റഗാബി ലൂമൻ അകത്തും പുറത്തും ഇൻഫർമേഷൻസ് എത്തിക്കാനുള്ള ഏക വഴി അത് 20 വെർഷനുകളെയും ബ്ലെൻഡ് ചെയ്യിക്കുന്ന റീഇൻറ്റഗ്രേഷൻ മെത്തേഡ് മാത്രമാണെന്നും ആ പരിപാടിയിലിപ്പോൾ താൻ മുമ്പത്തേക്കാളും മെച്ചപ്പെട്ടുവെന്ന് അവൾ പറയുന്നതോടെ നമ്മുടെ മാർക്കിനിപ്പോൾ എങ്ങനെയാണേലും തൻ്റെ വൈഫിനെ ഒന്ന് കാണണം, അതിനെന്ത് വഴിയായാലും കുഴപ്പമില്ലെന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഒടുവിൽ സെവറൻസിൻ്റെ ആ പ്രധാന വഴിത്തിരിവിനെ തിരികൊളുത്തുവാണ്. റഗാബിയുടെ താവളത്തിൽ കുറേ റേഡിയോ പോലത്തെ മെഷീൻസൊക്കെ ഓൺ ചെയ്തും 2 വേവ് സിമ്പിളിലെ ഡിസ്പ്ലേയുള്ള മോണിറ്ററും പൾസേറ്റിംഗ് എന്ന മീറ്ററൊക്കെ അടിച്ച് ഓണാക്കി എല്ലാം സെറ്റാക്കി മാർക്കിനെ ഇരുത്തി കൺസൾട്ട് ചെയ്യാൻ തുടങ്ങുന്നു. തലച്ചോറിലെ ഇന്നിയുടെയും ഔട്ടിയുടെയും ചേർത്തുള്ള 5 വേവ് ഫ്രീക്വൻസിനെ വേർതിരിക്കുന്നതാണ് മോണിറ്ററിലുള്ളത്. തലയിൽ ഘടിപ്പിച്ചിട്ടുള്ള വയേഴ്സ് വഴി അത് മോണിറ്റർ ചെയ്യുമ്പോൾ എല്ലാം സ്പ്ലിറ്റായി നിൽക്കുവാണ്. അതിനെ ഒന്നാക്കാനുള്ള ടെസ്റ്റ് റീഇൻറ്റഗ്രേഷൻ. തലയ്ക്കു പിറകിലായി ഡിറ്റക്ടർ പോലൊരു സംവിധാനം വെച്ച് നോക്കുന്നതും മാർക്കിൻ്റെ കൈ അറിയാതെ തന്നെ ചലിക്കുന്നത് കണ്ട് അത് നിർത്തിയിട്ട് നല്ലപോലെ റിലാക്സ്ഡ് ആകാൻ പറയുന്നു. എന്നിട്ട് ശാന്തനാക്കാൻ ഓരോ ചോദ്യങ്ങൾ. ഞാനാരാണ്, അമ്മയുടെ പേര്, അമ്മയുടെ കണ്ണുകളുടെ നിറം, അങ്ങനെ ഓരോന്ന് ചോദിച്ചിട്ട് MDR എന്തെന്ന് ചോദിക്കുമ്പോൾ മാർക്കിന് ഉത്തരമില്ല. മാക്രോ ഡേറ്റ റിഫൈൻമെൻറ്റ് അറിയാത്ത പക്ഷം ഇനി മാർക്കിൻ്റെ സാന്നിധ്യം എത്തിയിട്ടില്ലെന്നാണ്. അങ്ങനെ ഓരോ ഓർമ്മകളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില മാറ്റങ്ങൾ. സ്പ്ലിറ്റായ 2 വേവ്സും അനങ്ങുന്ന സമയം തന്നെ മാർക്കിന് ഇന്നിയുടെ കൊച്ചു കൊച്ചു ഓർമ്മകൾ വരുന്നത് പോലെ. മാർക്ക് ടെൻഷനായി ഒന്നും മനസ്സിലാകെ നിൽക്കുമ്പോൾ വേവ്സ് രണ്ടും ഒന്നായിരിക്കുന്നു. ഇന്നി മാർക്കിൻ്റെ ലൂമനിലെ ആദ്യ ഉണർവിൻ്റെ ഓർമ്മയും മാർക്കിലേക്ക്. ഒരു മാരക എൻഡി. കൊബേലിൻ്റെ പുതിയ പദ്ധതികളും ഇർവിങ്ങിൻ്റെ അന്വേഷണവും മാർക്കിൻ്റെ ഒരു ന്യൂ അവതാരമായി ഇനി അങ്ങോട്ട് വെളിപാടിൻ്റെ നിമിഷങ്ങൾക്കായി തയ്യാറായിക്കോളൂ. കാത്തിരുന്ന് കാണാം.